ചരിത്രത്തിൽ നിന്നും ഏത് രാജ്യം പാഠങ്ങൾ പഠിക്കുന്നില്ലയോ ആ രാജ്യത്തെ ജനങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പേര് നമ്മുടെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതാൻ ശക്തിയുള്ള ഒരു പേരാണ്. അതാണ് ശിവ് ഛത്രപതി. നിങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ അറ്റാക്ക് ആൻഡ് ഡിസപ്പിയർ. ആപത്തുകൾ നിറഞ്ഞ ഈ കളിയുടെ പേരാണ് ഗനിമിക്കാവ. അപ്പോൾ ലോകം വളരെ ചെറുതായിരുന്നു. ശിവ് ഛത്രപതിയുടെ നെറ്റ്വർക്ക് വളരെ വിശാലവുമായിരുന്നു. Need 100 forts. ലൈക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓൺ മൗണ്ടൈൻ. കാരണം മലകളെ കീഴടക്കുന്നവനാണ് ചക്രവർത്തി. ശിവ് ഛത്രപതിയുടെ അടുത്തുണ്ടായിരുന്നത് ഡേസി സ്പൈ നെറ്റ്വർക്ക്. അതിലെല്ലാ മുഗൾസും കൺഫ്യൂസ് ആയി. ജനാധിപത്യം, അധികാര വികേന്ദ്രീകരണം, കൂടാതെ സൽഭരണം, ഇതിനെല്ലാം സിഇഒ ആണ് ഛത്രപതി ശിവാജി മഹാരാജാവ്. ആദ്യമായിട്ട് ഗ്രാമങ്ങൾക്ക് പവർ കൊടുത്തത് ശിവഛത്രപതിയാണ്. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് ഫീച്ചർ ആയിരുന്നു. അദ്ദേഹം യുദ്ധഭൂമിയിൽ വെറും യുദ്ധം മാത്രമല്ല ചെയ്തത്, ചില ശീലങ്ങളും ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളും പ്രവൃത്തികളും പ്രത്യേകതകളും നിറഞ്ഞതായിരുന്നു. അത് എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമായതുമാണ്. സ്വാഗതം ചെയ്യാം നമ്മുടെ അടുത്ത ഐഡിയ ബാസിനെ, മറാഠ മാവ്ള. പൂനെയിൽ നിന്ന് വരുന്ന 3 ഐഡിയ ബാസ്: ശാന്തനു, വെങ്കടേഷ് ആൻഡ് അനിരുദ്ധ്. നമസ്കാരം. വെൽക്കം ടു ഐഡിയ ബാസ്. താങ്ക് യു സർ. താങ്ക് യു. ഞങ്ങളുടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? വളരെ ത്രിൽഡാണ് സർ. വളരെ എക്സൈറ്റഡുമാണ്. അവര് ഞങ്ങളുടെ ഐഡിയ എങ്ങനെയാണ് പെർസ്യൂ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൽ. അപ്പോൾ നിങ്ങൾ തീരെ നെർവസ് അല്ല എന്നാണോ? ഛത്രപതി ശിവാജി മഹാരാജ് ഉള്ളപ്പോ ഞങ്ങൾ എന്തിനാ സർ പേടിക്കുന്നത്? നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കോൺഫിഡൻസോടെ ഇരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഗുഡ് ലക്ക്. താങ്ക് യു. നമസ്കാരം ടൈറ്റൻസ്. ഛത്രപതി ശിവാജി മഹാരാജ് കി ജയ്. ഛത്രപതി ശിവാജി മഹാരാജ് കി ജയ്. എന്തുകൊണ്ടാ? എന്തുപറ്റി? എന്തിനാന്ന് ചോദിച്ചപ്പോ പറയാൻ പറ്റുന്നില്ലേ? പക്ഷെ പെട്ടെന്ന് ജയ് വിളിച്ചല്ലോ അല്ലേ? കുറെ കാലങ്ങളായി നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ തിരയുന്നത് തന്നെ വിട്ടു. നമ്മൾ നമ്മുടെ നാട്ടിലെ മഹാവീരന്മാർക്ക് ആദരവ് കാണിക്കാൻ കുറെ വഴികൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് സ്ട്രീറ്റുകൾക്ക് പേര് വെക്കുന്നത്, സ്ഥലങ്ങൾക്ക് പേര് വെക്കുന്നത്, എയർപോർട്ട്, ബസ് സ്റ്റാൻഡിലൊക്കെ അവരുടെ പേര് വെക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സ്നേഹം കാണിക്കാനുള്ള ഒരു വഴിയാണ്. ഈ സ്നേഹം, ആദരവ്, മര്യാദയൊക്കെ നിർമ്മിക്കാൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒന്നുമില്ല. ഭാരതത്തിന്റെ മഹത്തായ ചരിത്രമറിയാൻ സ്കൂളിലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാൻ പറ്റില്ല. ഇന്നത്തെ പിള്ളേരോടെ നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കിയേ അവരുടെ സൂപ്പർ ഹീറോ ആരാന്ന്. ഒരു പേര് പറയും, കാരണം അവരുടെ പേരറിയാലോ. അവരോട് ചോദിച്ചു നോക്കിയേ അവരുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ ആരാന്ന്. ഫുട്ബോൾ പ്ലേയേഴ്സ്, ക്രിക്കറ്റ് പ്ലേയേഴ്സ്, എല്ലാവരുടെ പേരും അവർക്കറിയാം. ഇതിനെല്ലാം കാരണം എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ചിന്തിച്ചത്, എന്തുകൊണ്ടാ നമ്മുടെ മഹായോദ്ധാക്കളെയും നമ്മുടെ രാജാക്കളെയും അവരുടെ ഇതിഹാസങ്ങളും കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തുകൊണ്ട് ചെന്ന് കൊടുക്കാൻ പറ്റില്ലെന്ന്. ആ ഐഡിയക്ക് ഞങ്ങൾ വെച്ച പേരാണ് മാവ്ള. ടൈറ്റൻസ്, മാവ്ളയിൽ ബോർഡ് ഗെയിം ഉണ്ട്, കാർഡ് ഗെയിം ഉണ്ട്, മെമ്മറി കാർഡ് ഗെയിം ഉണ്ട്, ട്രംപ് കാർഡ്സ് ഉണ്ട്, ജിക്സോ പസിൽസ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഛത്രപതി ശിവാജി മഹാരാജും അദ്ദേഹത്തിനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തവരെയും കുട്ടികളുടെ മുന്നിൽ അവരുടെ സൂപ്പർ ഹീറോസ് ആക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയുമ്പോൾ കോരിത്തരിക്കുക. കാരണം 2021 ഭാരത സർക്കാർ ഒരു വലിയ മത്സരം നടത്തി. അതിന്റെ പേരാണ് ടോയ്ക്കത്തോൺ. കുട്ടികൾക്കുള്ള ടോയ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം. അതില് ഇന്ത്യയിൽ നിന്ന് 19,500 പേര് പങ്കെടുത്തു. അതിൽ നിന്ന് വിജയായി തെരഞ്ഞെടുത്തത് നമ്മുടെ മാവ്ളയാ.